നാലിടത്ത് അന്വേഷിച്ചോളൂ. നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു. മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SNDP യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് SNDP യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരായിരിക്കും. ഇന്നലെ അരൂരിലുണ്ടായ ഒരു സംഭവം, പെരുമ്പാവൂർ കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളും അവരുടെ ഒരു സുഹൃത്തുമായിട്ട് 3 പേര് ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 3 പേര് ബൈക്കിൽ സഞ്ചരിച്ചതുകൊണ്ട് പോലീസ് തടഞ്ഞു നിർത്തി അവരെ പരിശോധിച്ചപ്പോൾ ADM എന്ന് പറഞ്ഞ മാരകമായ മയക്കുമരുന്ന് അവരുടെ കയ്യിലുണ്ട്. അത് അവർ കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാനും അവർ ഉപയോഗിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഉപയോഗവും കച്ചവടവുമാണ് കുട്ടികളുടെ അല്ലെങ്കിൽ ആ കോളേജ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ S ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഞങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ തൊട്ടടുത്ത ഒരു സ്കൂൾ സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നും 2 വിദ്യാർത്ഥികളെ ഇന്നലെ TC കൊടുത്തു വിട്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും രക്ഷകർത്താവിന് തന്നെ തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലാവുകയും അധ്യാപകന്റെ കസേര അടിച്ചോടിച്ച് മൂവാറ്റുപുഴ 6-ൽ കൊണ്ട് കളയുകയും ചെയ്തു. ആ അധ്യാപകന് വേറെ ഒരു രക്ഷയുമില്ലാതെ അവന് ആ സ്കൂളിൽ നിന്ന് TC കൊടുത്ത് 2 വിദ്യാർത്ഥികൾക്ക്, ഈ നാട്ടിലുള്ള 2 വിദ്യാർത്ഥി TC കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇനി ഒരു സ്കൂളിലും അവന് പഠിക്കാനുള്ള സാധ്യതയില്ല. മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയി. +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് മാത്രം ഓർക്കുക. അപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട് നിങ്ങൾ ഊഹിച്ചോളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 15 വയസ്സ്, 16 വയസ്സ്. 16 വയസ്സുള്ളവന്റെ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ഒരു കാര്യം ഓർത്തോളുക, ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തം വളരെ കൂടുതലായതുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നിയമം പാസാക്കി വരികയാണ്. ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് VS ധന്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ V പുഷ്കരൻ ആമുഖ പ്രഭാഷണം നടത്തി. SNDP യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് AK അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PN പ്രഭ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് N രമേശ്, പ്രമോദ് K തമ്പാൻ, വാർഡ് കൗൺസിലർ ജിനു ആന്റണി, SN കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ PJ ജേക്കബ്, സ്റ്റാഫ് സെക്രട്ടറി സുമ KR തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.